ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ FC ബാഴ്സലോണയ്ക്ക് തോൽവിയേറ്റ് വാങ്ങേണ്ടി വന്നിരുന്നു. 3-നെതിരെ 4 ഗോളുകൾക്കാണ് ഇന്റർ മിലാൻ അവരെ പരാജയപ്പെടുത്തിയത്. ആദ്യം ഇന്റർ മിലാൻ 2 ഗോളുകൾ നേടി. എന്നാൽ പിന്നീട് 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് FC ബാഴ്സലോണ ശക്തമായി തിരിച്ചു വന്നു എന്നുള്ളത് മാത്രമല്ല, വിജയത്തിന്റെ തൊട്ടരികിലെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അഥവാ 93-ാമത്തെ മിനിറ്റിൽ ഫ്രാൻസിസ്കോയുടെ ഒരു സമനില ഗോൾ വന്നത് ബാഴ്സ ആരാധകരെ നിരാശപ്പെടുത്തി. പിന്നീട് അധിക സമയത്ത് ഫ്രറ്റേസിയുടെ ഒരു ഗോൾ വരുന്നു. അങ്ങനെ FC ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്റർ മിലാൻ നേടിയ 3-ാമത്തെ ഗോളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് FC ബാഴ്സലോണയുടെ പ്രതിരോധ നിര താരമായ റൊണാൾഡ് അരോഹോക്കാണ്. അദ്ദേഹത്തിന്റെ പിഴവിൽ നിന്നാണ് ആ ഗോൾ വന്നത് എന്നത് പലരും ആരോപിച്ചിട്ടുണ്ട്. നിർണായക സമയങ്ങളിൽ അരോഹോ പിഴവുകൾ വരുത്തി വെക്കുന്നത് തുടരുന്നു എന്ന ആരോപണങ്ങൾ അതല്ലെങ്കിൽ വിമർശനങ്ങൾ വളരെ ശക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം കമൻറ്റ് ബോക്സിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. പല ബാഴ്സ ആരാധകരും അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ കമൻറ്റ് ബോക്സ് പൂട്ടിയിടാൻ വരെ റൊണാൾഡ് അരോഹോ നിർബന്ധിതനായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആണ്. എന്നാൽ മത്സരത്തിന് ശേഷം കുറച്ച് സമയം അദ്ദേഹം അത് പൂട്ടിയിട്ടിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന ചില ഹെയ്റ്റ് കമൻറ്റുകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആക്രമണം ഇങ്ങനെയാണ്. ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഹെയ്റ്റ് ഞാൻ എത്രത്തോളം ആസ്വദിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി മറ്റൊരു കമൻറ്റ്: ഹാരി മഗ്വയർ, ഒറിയോൾ റോമിയോ എന്നിവർ ചേർന്ന ഒരു മിശ്രിതമാണ് നിങ്ങൾ, അതായത് രണ്ടുപേരുടെയും ഒരു സങ്കര ഇനമാണ് നിങ്ങൾ. മറ്റൊരു കമൻറ്റ്: എൻ്റെ ക്ലബിൽ നിന്നും ഇറങ്ങിപ്പോകൂ, 2 ഗോളുകൾ നിങ്ങൾ കാരണമാണ് വന്നത്. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമുക്കവിടെ കാണാൻ കഴിയും. നേരത്തെയും റൊണാൾഡ് അരോഹോ ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഏതായാലും നിർണായക മത്സരങ്ങളിൽ പിഴവുകൾ വരുത്തി വെക്കുന്ന റൊണാൾഡ് അരോഹോ ഒരു പുതിയ കാഴ്ചയല്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പിഴവുകളിൽ നിന്നും FC ബാഴ്സലോണയ്ക്ക് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.